ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ചെറിയ ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചാള വെച്ച് നമുക്കൊരു ചാള പീര പറ്റിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ചാള വെട്ടിത്തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയ ചാളയാണ്. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചെറിയതാണ്. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് 2-3 കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കണേ കാന്താരി മുളകാണ്. അപ്പോൾ പല നിറത്തിലുള്ള കാന്താരിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു 7-8 ഇട്ടിട്ടുണ്ട്. നല്ലൊരു എരിവുണ്ടെങ്കിൽ ചാള പീര പറ്റിക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കുമേ. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. നല്ല മൂത്ത കാന്താരി ആയതുകൊണ്ട് എരിവുണ്ടാവുമേ. കുറച്ച് ചുവന്നുള്ളി, ഒരു 8-9 കഷ്ണം ചെറിയ ഉള്ളിയുണ്ട്, അതും കൂടി ഇട്ട്, പിന്നെ ഒരല്പം കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതിയേ. ഒത്തിരി വെള്ളമായി പോവരുത് പീര പറ്റിക്കുമ്പോൾ. 1/2 ഗ്ലാസ് തന്നെ ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്നൊരൊറ്റ അടിച്ച് എടുക്കാം. ഇനി അപ്പോൾ ഈ ചാള മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ ചാള തന്നെയാണ്. പക്ഷേ ഞാനിത് 2ആക്കി ഒന്ന് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ ആ മുള്ളൊക്കെ അങ്ങോട്ട് നീണ്ടു കിടക്കില്ല മുറിച്ചിടുമ്പോൾ. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ 2ആക്കി മുറിച്ചിടാം. ചെറിയ ചാളയെ കൊണ്ട് പീര പറ്റിക്കുന്നതാണ് നല്ലത്. വലിയ ചാളയാകുമ്പോൾ അതിൽ മുള്ള് നല്ല ബലത്തിലിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ തേങ്ങ ഒതുക്കിയ കൂടത്തിൽ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒതുക്കി വെച്ചിരിക്കുന്നത് പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനി കണ്ടോ, ഇപ്പോൾ തീരെ വെള്ളമില്ല. ഇനി ഒരു 3 കഷ്ണം കുടംപുളി, അത് കഴുകി വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കണേ. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു തുള്ളി വെള്ളവും കൂടെ. 1 ഗ്ലാസ് വെള്ളമായിരുന്നു എടുത്ത് വെച്ചത്. ഇപ്പോൾ ഇത്രയും വെള്ളമാണേ ഉള്ളൂ. ഇനി നമുക്കിത് അടപ്പത്തേക്ക് വെക്കാം. ഒന്ന് മൂടി വെക്കണേ. ഇതിവിടെ ഇരുന്നൊന്ന് നല്ലതുപോലെ വറ്റി വരട്ടെ. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ചിട്ടൊക്കെയുണ്ട്. വെള്ളം വറ്റിയിട്ടൊന്നുമില്ല. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടിക്കൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി എപ്പോഴും തീ കുറച്ചാണേ വെക്കാവുള്ളൂ. തീ ഏറ്റവും കുറച്ചിട്ട് കൊടുക്കണം. ആ ചെറു തീ കിടന്ന് ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. പൊത്തി വെക്കണം. ഇനി ഒന്നും കൂടെ അടച്ചു വെക്കാം. നമുക്കൊന്ന് നോക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. നല്ല പോലെ വറ്റിയിട്ടുണ്ട് വെള്ളം. ഇനി ആ ചെറിയ തീ കിടന്ന് തന്നെ ആ വെള്ളം ഒന്ന് വറ്റട്ടെ. ശരിക്കും ഒന്ന് തോർന്ന് കിട്ടട്ടെ. എല്ലാ ചാളയും വിട്ട് കിടക്കുന്നത് കണ്ടോ. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്നും ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അപ്പോൾ ചെറിയ ചാള കിട്ടുമ്പം ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത്. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ അങ്ങോട്ട് പുകഞ്ഞു പോകും ചട്ടി, മൺചട്ടി ആയതുകൊണ്ട്.
തീ എപ്പോഴും കുറച്ചേ ഇടാവുള്ളൂ. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ആ കൈ കൊണ്ടൊന്ന് തിരുമ്മി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചാള പീര പറ്റിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞങ്ങൾക്കിവിടെ ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചാള പീര പറ്റിക്കുന്നത്. അപ്പം നമ്മൾക്ക് ടെറസിൻ്റെ മുകളിൽ കുറേ വെള്ളരിക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മഴ ഇങ്ങനെ അടുപ്പിച്ച് പെയ്യുന്നത് കൊണ്ട് ചീഞ്ഞു പോയാലോ ഇങ്ങനെ പൊട്ടി പിളർന്നങ്ങോട്ട് പോണ്. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാമെന്ന് ഓർത്തേ. ഉണ്ടോ, കുറേയൊക്കെ പോയി. അപ്പം ഞാൻ ഈ ഓലയൊക്കെ ഇട്ടിട്ടാണ് കുമ്പളങ്ങയും വെള്ളരിയൊക്കെ ഇട്ടിരുന്നത്. കുമ്പളങ്ങ ഇങ്ങനെ ഈ സൈഡിട്ടും സൺസൈഡിട്ടാണ് വെള്ളരിയും കയറിയത്. അപ്പോൾ കുമ്പളങ്ങ ഉണ്ടാവുന്നതെല്ലാം കരിഞ്ഞു പോകുമായിരുന്നേ. അപ്പം ഞാൻ ഈ ഓല കീറിയതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്ത്. അന്നേരമാണ് ഇതൊക്കെ പിടിച്ച് കിട്ടിയത്. നല്ല വലിപ്പമുള്ളതാണേ. വെള്ളരിയും കുമ്പളങ്ങയൊക്കെ എല്ലാം നല്ല വലിപ്പമുള്ളതാണ് ഇത്തവണ കിട്ടിയത്. എപ്പോഴും ഒരു കറിക്കൊക്കെ ഉള്ളതേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കുമ്പളങ്ങയും 5 വെള്ളരിയും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കുമ്പളങ്ങയും കൂടെ കിടക്കുന്നുണ്ട്. അതങ്ങോട്ട് മൂത്തിട്ടില്ല. ഇതും മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പറിച്ചെടുത്തതാണ് ഈ മഴ പെയ്യുന്നത് കൊണ്ട്. റോസപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.